ഹലോ, ഇന്നൊരു ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യാസമായിരിക്കും. ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിന് മഞ്ഞ കളർ വന്ന എങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഇടിയപ്പത്തിൻ്റെ സീക്രട്ട്. ഇടിയപ്പത്തിൻ്റെ ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇഷ്ടമല്ലാത്ത ചില കുട്ടികളേലും കാണും കേട്ടോ. പക്ഷേ ഇടിയപ്പം അവർക്ക് ഇഷ്ടമാവും. കാരണം എന്താണെന്നറിയോ, അവർക്കത് നൂഡിൽസ് ആയിരിക്കും കേട്ടോ. മിക്കയിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും. അയ്യോ, നമ്മുടെ സീക്രട്ട് പൊളിഞ്ഞല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇടിയപ്പത്തിന് മഞ്ഞ കളർ വന്നത്. അപ്പം നന്നായിട്ട് പഴുത്ത് ഏത്തയ്ക്ക 2 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇഡ്ഡലിത്തട്ടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണേ. എന്നിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ മാവിൻ്റെ കൂടെ കുഴക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണേ. എന്നിട്ട് ഓരോ ഇടിയപ്പമായിട്ട് അതിൻ്റെ തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇപ്പം മനസ്സിലായില്ലേ ഇതിനെങ്ങനെ മഞ്ഞ കളർ വന്നതെന്നുള്ളത്. അപ്പോൾ പഴവും കൂടെ ചേർത്ത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു കളറും കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ പഴം കഴിക്കില്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, അവർക്കിത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാകും കേട്ടോ. ഒരു ചെറിയ മധുരവും പഴത്തിൻ്റെ മധുരമായിട്ട് നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ.